നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അബ്ദുൽ നാസർ മാദനിക്ക് ജാമ്യമില്ല. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കർശന ഉപാധികളോടെ 5 ദിവസത്തെ അനുമതി മാത്രം. വിധി ബംഗളൂരു പ്രത്യേക കോടതിയുടേത്. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കുവൈത്തിൽ വിസ ഏജന്റുമാർ വിലസുന്നു. 3 ദിനാറിന്റെ സന്ദർശന വിസയ്ക്ക് ഈടാക്കുന്നത് 10 ലക്ഷം രൂപ വരെ. വാർത്തകൾ വിശദമായി. കുവൈത്തിൽ വിസ ഏജന്റുമാർ വിലസുന്നു. 3 ദിനാറിന്റെ സന്ദർശന വിസയ്ക്ക് ഏജന്റുമാർ വാങ്ങുന്നത് 10 ലക്ഷം രൂപ വരെയാണ്. വിസ തട്ടിപ്പിന്റെ 100 കഥകൾ ഉയർന്നു കേൾക്കുമ്പോഴും പ്രതീക്ഷ എന്ന പിടിവള്ളിയാണ് ഇടനിലക്കാരെ രക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുവൈത്തിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത നഴ്സിംഗ് ബിരുദധാരികളിൽ പലരും നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. ഉടൻ തന്നെ പുതിയ വിസ നൽകാമെന്ന ഏജന്റിന്റെ വാക്കിൽ അവർ വീണ്ടും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. തട്ടിപ്പിൽ കുടുങ്ങിയവർ നടത്തിയ പത്രസമ്മേളനത്തിൽ ചില ഇടനിലക്കാരും സംബന്ധിച്ചിരുന്നു. പലരിൽ നിന്നായി വിസക്ക് പണം വാങ്ങിയിരുന്നെങ്കിലും കുറ്റം വിസ ഏജൻസിയുടെ ചുമലിൽ വെച്ച് തങ്ങൾ നിരപരാധികളാണെന്ന് വരുത്തുകയായിരുന്നു ഇവർ. കമ്പനിയുടെ കോൺട്രാക്ട് വിട്ടുപോയി എന്നാണ് അവർ പറയുന്നത്. അല്ലമനാർ കമ്പനിയുടെ കോൺട്രാക്ട് വിട്ടുപോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൈസ ചോദിച്ചപ്പം ഞങ്ങൾ ഈ ഓഫർ ലെറ്ററുമായിട്ട് ഈ അല്ലമനാർ കമ്പനി പോയി. കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞ ഇങ്ങനത്തെ ഓഫർ ലെറ്റർ ഞങ്ങൾക്ക് അറിയില്ല. ഈ കേത്താലിലാണ് ആ കമ്പനിയുടെ ഓഫീസ്. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഇത് ഞങ്ങൾക്ക് അറിയില്ല. അവർ ഞങ്ങൾ ഔട്ടാക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഇറങ്ങി പോകുന്നു പറഞ്ഞു. നിങ്ങൾ സ്വന്തം പോക്കറ്റ് എടുത്ത് കാശ് തിരിച്ചു കൊടുക്കാന്നാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും, അല്ലാണ്ട് വേറെ മാർഗങ്ങളില്ല അതിനകത്ത്. എന്നാൽ ഇവർക്ക് വിസ നൽകി എന്ന് പറഞ്ഞ് റിക്രൂട്ട്മെന്റ് ഏജൻസിയിലെത്തിയപ്പോൾ വാദി പ്രതിയാകുന്ന രീതിയിലുള്ള രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. ഞങ്ങൾക്ക് ഒരു വിസക്ക് 500 കയറി വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അത് തന്നിട്ടില്ല. 6500 ദിനാർ മൊത്തം കൊടുത്തിട്ടുണ്ട്. തന്നിട്ടില്ല. അതിൽ 3500 ദിനാർ പൈസ ഒരാളും മേടിച്ചിട്ടില്ല. ഇത്രയും വിസ അവർ ഞങ്ങളുടെ കയ്യിൽ എടുത്താക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ തന്നാലും ഞാൻ സബ്മിറ്റ് കൊടുത്തിട്ട് വേണം വിസ എടുക്കുന്നത്. അല്ലാണ്ട് എൻ്റെ അല്ല. ഇത് സണ്ണിയുടെയാണ്. സണ്ണി എടുത്തേക്കണം. ജോൺ ഇത് നോക്കാം എത്ര വിസ എടുത്ത്. ഇതൊന്നും ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് ആൽഫിൻ ആന്റണി. ഇത് സന്തോഷിന്റെയാണ്. ഇത് നോക്കാം. ഇത് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെ സന്തോഷിന്റെ വിസയാണ്. ഞങ്ങൾ ആ കൂടി 500 രൂപ ഞങ്ങൾ മേടിക്കുന്നത്. വെറും 600 രൂപയിൽ ചുവടെ ചെലവ് വരുന്ന വിസിറ്റ് വിസ ആവശ്യക്കാരനിലെത്തുമ്പോൾ വില 10 ലക്ഷം വരെയാകുന്നു എന്നത് ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നിൽ നിരവധി പേരുടെ ഇടപെടലുകൾ ഉണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈത്ത്. കുവൈത്തിൽ ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കുന്നു. വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്കുകൾ പരിഹരിക്കാനാണ് കുവൈത്ത് മന്ത്രിസഭ ഈ തീരുമാനം കൈക്കൊണ്ടത്. ഇതിന്റെ ഭാഗമായി ലൈസൻസ് പരിമിതപ്പെടുത്താനും നിയമം ലംഘിക്കുന്നവർക്കുള്ള പിഴ വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഡ്രൈവർ, മന്ദൂബ് തുടങ്ങിയ തസ്തികയിലുള്ളവരുടെ ലൈസൻസ് ഇക്കാമ കാലാവധിക്ക് അനുസൃതമായി പരിമിതപ്പെടുത്താനുള്ള തീരുമാനം പ്രവാസി സമൂഹത്തെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കുവൈറ്റിൽ 2 മാസക്കാലം നീണ്ടുനിന്ന കെഫാക് ഷിഫ അൽ ജസീറ അന്തർജില്ലാ ഫുട്ബോൾ ലീഗ് സമാപിച്ചു. സൂറ സ്പോർട്സ് അതോറിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന അന്തിമ പോരാട്ടത്തിൽ എറണാകുളത്തെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കാസർഗോഡ് ജില്ല പ്രഥമ കെഫാക് കിരീടം കരസ്ഥമാക്കി. 3ാം സ്ഥാനത്തിനു വേണ്ടി നടന്ന മത്സരത്തിൽ വയനാട് പാലക്കാടിനെ കീഴടക്കി. പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ KKS സൂറ ടീം വിജയികളായി. കാസർഗോഡിന്റെ നിയാസ് ആണ് മികച്ച കളിക്കാരൻ.